ഗുഡ് മോർണിംഗ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന അടുത്ത ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയായ മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ് ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ലക്ഷ്യമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇൻഫർമേഷൻസ് വ്യത്യസ്ത യൂസേഴ്സിൽ എത്തിക്കുക എന്നുള്ളതാണ് അല്ലേ. യൂസേഴ്സ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ്, ഓണേഴ്സ് പോലെയുള്ള സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥർ പോലെയുള്ള ആൾക്കാരിലേക്ക് പ്രധാനപ്പെട്ട വിവരങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം അല്ലേ. So it provides a vital information to this management and owners. എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ നൽകുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? ത്രൂ ദിസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ. നമ്മൾ ഈ തയ്യാറാക്കിയ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെയും ബാലൻസ് ഷീറ്റിലൂടെയാണ് നമ്മൾ ഈ വിവരങ്ങൾ ഓണേഴ്സിനും മാനേജ്മെൻറ്റിനും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ലേ, നൽകുന്നത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ നമ്മൾ സ്ഥാപനത്തിൻ്റെ ഒരു വർഷത്തെ സാമ്പത്തിക പ്രകടനം എങ്ങനെയുണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നു അല്ലേ. ഫിനാൻഷ്യൽ പെർഫോമൻസ്, ലാഭമാണോ നഷ്ടമാണോ എന്ന് കാണിച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിലൂടെ ആസ്തികളുടെയും അതുപോലെ തന്നെ ലയബിലിറ്റീസിൻ്റെയും വിവരങ്ങൾ കാണിച്ചുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയും കാണിച്ചു കൊടുക്കുന്നു അല്ലേ. ടു വൈറ്റൽ ഇൻഫർമേഷൻ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഇങ്ങനെ ഇൻഫർമേഷൻ ഈ ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ അതിന് ചില ക്വാളിറ്റീസ് ഉണ്ടാവണമെന്ന് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിന് റിലയബിലിറ്റി ഉണ്ടാവണം, റെലവൻസ് ഉണ്ടാവണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, കമ്പയറബിൾ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ക്വാളിറ്റീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഉണ്ടാവണമെങ്കിൽ, പ്രത്യേകിച്ച് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവണമെങ്കിൽ, ഈ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുന്ന ഐറ്റംസ്, ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് കാണിക്കുക? അസറ്റ്സുകളും കാണിക്കുന്നു, ലയബിലിറ്റീസുകളും കാണിക്കുന്നു അല്ലേ. ഈ ഐറ്റംസ് ഒരു പ്രത്യേക ക്രമത്തിൽ എഴുതേണ്ടതുണ്ട് അല്ലേ. യു ഹാവ് ടു അറേഞ്ച് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ. ഒരു പ്രത്യേക ക്രമത്തിൽ, ഓർഡറിൽ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അങ്ങനെ ബാലൻസ് ഷീറ്റിലെ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും ഒരു പ്രത്യേക ക്രമത്തിൽ അറേഞ്ച് ചെയ്യുന്നതിന് നമുക്ക് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയാം. സോ മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് മീൻസ് അറേഞ്ചിങ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ. ഏതെങ്കിലും ക്രമത്തിൽ നമ്മൾ ബാലൻസ് ഷീറ്റിലെ അസറ്റുകളെയും ലയബിലിറ്റികളെയും ക്രമപ്പെടുത്തി എഴുതുകയാണെങ്കിൽ അതിനെ മാർഷലിംഗ് എന്ന് നമുക്ക് വിളിക്കാം അല്ലേ. അതാണ് മാർഷലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റുകളും ലയബിലിറ്റീസുകളും എഴുതുന്നത് എങ്ങനെയാണ്? നമുക്ക് ട്രയൽ ബാലൻസിൽ നിന്ന് ലഭിക്കുന്ന ആദ്യത്തെ അസറ്റിനെ നമ്മൾ ആദ്യം എഴുതുന്നു അല്ലേ, അവസാനം ലഭിക്കുന്നതിന് അവസാനം എഴുതുന്നു. അതാണ് രീതി അല്ലേ. അപ്പോൾ അതൊരു ക്രമം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നമ്മൾ അതിനെ ക്രമത്തിൽ എഴുതാൻ പഠിക്കുകയാണ് അല്ലേ. ഏതൊക്കെ രൂപത്തിലാണ് നമുക്ക് ക്രമപ്പെടുത്താൻ പറ്റുക? സാധാരണയായിട്ട് രണ്ട് രീതികളാണുള്ളത്. ഫസ്റ്റ് വൺ ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആൻഡ് ദ സെക്കൻഡ് വൺ ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ്. ഓക്കെ, ഈ രണ്ട് മെത്തേഡുകളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് മനസ്സിലാക്കും. നമുക്ക് ആദ്യത്തെ മെത്തേഡിലേക്ക് പോകാം. ഏതാണത്? ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. എന്താ ലിക്വിഡിറ്റി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ദ്രാവകം എന്നാണ് അർത്ഥം അല്ലേ. ഓക്കെ, ഇവിടെ ലിക്വിഡിറ്റി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസറ്റ്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇറ്റ് മീൻസ് ആ അസറ്റ് എത്ര പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റും. പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ അസറ്റ് ലിക്വിഡാണ്. അപ്പോൾ ഏറ്റവും ലിക്വിഡായിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് ക്യാഷാണ് അല്ലേ. പിന്നീട് ബാങ്ക്, ബാങ്കിലെ ബാലൻസ് അല്ലേ. ഓക്കെ, അപ്പോൾ അസറ്റിനെ എത്ര പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുമോ ആ അസറ്റുകളെ നമ്മൾ ലിക്വിഡ് അസറ്റുകൾ എന്ന് പറയുന്നു. അപ്പോൾ ലിക്വിഡിറ്റി ഓർഡർ പ്രകാരം ലിക്വിഡിറ്റി ഏറ്റവും കൂടുതലുള്ള അസറ്റുകൾ ആദ്യവും ലിക്വിഡിറ്റി കുറഞ്ഞ അസറ്റുകൾ പിന്നീട് എന്ന രീതിയിൽ അസറ്റുകളെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ലിക്വിഡിറ്റി ഓർഡർ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് എളുപ്പത്തിൽ എങ്ങനെയാണ് പറയുക? ഞങ്ങൾക്കറിയാം പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളെ നമ്മൾ എന്താ പറയുക? മുമ്പ് പഠിച്ചിട്ടുണ്ട്, കറണ്ട് അസറ്റുകൾ എന്ന് പറയുന്നു അല്ലേ. പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റാത്ത അസറ്റുകളെ നോൺ കറൻറ്റ് അസറ്റുകൾ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റുകൾ എന്ന് പറയുന്നു. അപ്പോൾ ലിക്വിഡിറ്റി ഓർഡർ പ്രകാരം അസറ്റ്സുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുക? യു വിൽ ഷോ ഫസ്റ്റ് കറൻറ്റ് അസറ്റ് സൈഡിൽ
ആദ്യം കറണ്ട് അസറ്റ്സ് ആർ ഷോൺ ഫസ്റ്റ്, ദെൻ ഫോളോഡ് ബൈ നോൺ കറണ്ട് അസറ്റ്സ്. ഇപ്പോൾ ആദ്യം കറണ്ട് അസറ്റ് എഴുതുന്നു, പിന്നീട് നോൺ കറണ്ട് അസറ്റ് എഴുതുന്നു. നോൺ കറണ്ട് അസറ്റ് എഴുതുമ്പോൾ എന്തു ചെയ്യണം? അതിൽ രണ്ട് വിഭാഗമുണ്ട് അല്ലേ, ടാഞ്ചിബിളും ഉണ്ട്, ഇൻടാഞ്ചിബിളും ഉണ്ട്. ടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ തൊട്ട് നോക്കാൻ പറ്റുന്ന ഫർണിച്ചർ, മെഷീനറി, ബിൽഡിങ്, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾസ് പോലെയുള്ള അസറ്റുകൾ അല്ലേ. ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ ഗുഡ് വില്ല് പോലെയുള്ള അല്ലെങ്കിൽ പേറ്റൻറ്റ് പോലെയുള്ള നമുക്ക് കാണാനും തൊടാനൊന്നും പറ്റാത്ത അവകാശങ്ങൾ അല്ലേ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിൽ ലിക്വിഡിറ്റി കൂടിയത് ടാഞ്ചിബിൾ അസറ്റാണ് എന്ന ധാരണയിൽ നമ്മൾ ആദ്യം ടാഞ്ചിബിൾ അസറ്റുകളും പിന്നീട് ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടെങ്കിൽ, സാധാരണ ഇൻടാഞ്ചിബിൾ അസറ്റുകൾ ഉണ്ടാവാറില്ല, അതുണ്ടെങ്കിൽ അതിനുശേഷം അതും കാണിക്കും. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി ഓർഡർ പ്രകാരം അസറ്റ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അസറ്റ്സ് ആദ്യം കറണ്ട് അസറ്റ് കാണിക്കുക, പിന്നീട് നോൺ കറണ്ട് അസറ്റുകൾ കാണിക്കുക. അപ്പോൾ ഇനി ലയബിലിറ്റീസ് എങ്ങനെയാണ്? ലയബിലിറ്റീസിന് എങ്ങനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ഓർഡർ മനസ്സിലാക്കുക? ലിക്വിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസുകൾ ലിക്വിഡ് ലയബിലിറ്റികളാണ് അല്ലേ. ദാറ്റ് മീൻസ് കറണ്ട് ലയബിലിറ്റിയാണ് ഏറ്റവും ലിക്വിഡായിട്ടുള്ളത്, പിന്നീട് നോൺ കറണ്ട്, അതിനുശേഷം ഏറ്റവും പെർമനൻറ്റ് എന്ന് പറയാവുന്ന ഏറ്റവും അവസാനം കൊടുത്തു തീർക്കുന്ന ക്യാപിറ്റൽ അല്ലേ. ക്യാപിറ്റൽ എപ്പോഴേ കൊടുത്തു തീർക്കുള്ളൂ? ബിസിനസ് അടച്ചു പൂട്ടുന്ന സമയത്ത് അല്ലേ. ബാക്കി എല്ലാ ബാധ്യതകളും കൊടുത്തു തീർത്തതിന് ശേഷം, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ലയബിലിറ്റീസ് എങ്ങനെയാണ് ലിക്വിഡിറ്റി ഓർഡർ പ്രകാരം അറേഞ്ച് ചെയ്യുക? അതെങ്ങനെയാണ്? ആദ്യം നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് കാണിക്കുന്നു, പിന്നീട് നോൺ കറണ്ട് ലയബിലിറ്റീസ്, അതിനുശേഷം ക്യാപിറ്റൽ. സോ ഓൺ ദ ലയബിലിറ്റി സൈഡ് കറണ്ട് ലയബിലിറ്റീസ് ആർ ഷോൺ ഫസ്റ്റ്, ഫോളോഡ് ബൈ മീൻസ് അതിനുശേഷം നോൺ കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് ദെൻ ക്യാപിറ്റൽ. ഈ രീതിയിൽ അസറ്റ്സും ലയബിലിറ്റീസും അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ മുമ്പ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് ബാലൻസ് ഷീറ്റ് പറഞ്ഞ സമയത്ത് അതിൽ അസറ്റ്സിനെയും ലയബിലിറ്റീസിൻ്റെയും ഐറ്റംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് ഏത് ഓർഡറിലാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്? ഈ ലിക്വിഡിറ്റി ഓർഡറിലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ. നമുക്ക് ആ ഭാഗം ഒന്നും കൂടി നോക്കാം വിശദമായിട്ട്. എങ്ങനെയാണ് അസറ്റ് സൈഡിൽ ലിക്വിഡിറ്റി ഓർഡർ പ്രകാരം അസറ്റ്സുകൾ വരിക? അപ്പോൾ ആദ്യം നമ്മൾ കറണ്ട് അസറ്റുകൾ ഫസ്റ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റിൽ എന്ന് പറയുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇവയാണ് കറണ്ട് അസറ്റുകൾ. പ്രധാനമായി കാണുന്ന 99% നിങ്ങൾ ചോദ്യങ്ങളിൽ കാണുന്ന 5 പ്രധാനപ്പെട്ട കറണ്ട് അസറ്റുകൾ ഇവയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് അസറ്റുകൾ എഴുതുമ്പോൾ അതിൽ ഏറ്റവും ലിക്വിഡിറ്റി കൂടിയത് ആദ്യം എഴുതണം അല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം എഴുതേണ്ടത് ഏതാണ്? ക്യാഷാണ്, പിന്നീട് ക്യാഷ് അറ്റ് ബാങ്ക് അല്ലേ. കറണ്ട് അസറ്റുകൾ ഏറ്റവും അവസാനം എഴുതേണ്ടത് ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ. കാരണം അത് എപ്പോഴാണ് വിറ്റ് ക്യാഷാക്കുക നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് കറണ്ട് അസറ്റുകൾ ഏറ്റവും അവസാനം കാണിക്കേണ്ട ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ. ഇത് ഓർത്താൽ മതി. ക്യാഷും ബാങ്കും ആദ്യവും ക്ലോസിംഗ് സ്റ്റോക്ക് അവസാനവും എന്ന ഓർഡർ നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ പിന്നീട് എളുപ്പമാണ് അല്ലേ. അതിനുശേഷമുള്ള ഇടയിൽ നമുക്ക് റിസീവബിൾ, ഡെപ്റ്റേഴ്സ്, വേറെ വല്ല കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ എഴുതാവുന്നതാണ്. ഇങ്ങനെ മനസ്സിലാക്കുകയാണ് എളുപ്പം അല്ലേ. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റുകൾ ആദ്യം കാണിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ അസറ്റ് സൈഡിൽ എന്ത് കാണിക്കുന്നു? നോൺ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റുകൾ കാണിക്കുന്നു. ഫിക്സഡ് അസറ്റിൽ ആദ്യം കാണിക്കേണ്ട ഏതാണ്? ടാഞ്ചിബിൾ അസറ്റ്സ് അല്ലേ. ഫർണിച്ചർ, മോട്ടോർ വെഹിക്കിൾ, മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഈ അസറ്റുകൾ കാണിക്കുന്നു. ഇതിൽ ഏത് ആദ്യം കാണിക്കണം എന്ന പ്രശ്നമില്ല, ഏത് കാണിച്ചാലും കുഴപ്പമില്ല. കാരണം ഇതിൽ ഏതാണ് ലിക്വിഡിറ്റി കൂടുതൽ കുറവ് എന്ന് പറയുന്നത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഏത് കാണിച്ചാലും കുഴപ്പമില്ല അല്ലേ. ഓക്കെ, പക്ഷേ ഇത് എങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ? കറണ്ട് അസറ്റുകൾ മുഴുവൻ കാണിച്ചതിന് ശേഷം മാത്രം ഈ ടാഞ്ചിബിൾ അസറ്റ് കാണിക്കുക. ടാഞ്ചിബിൾ അസറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടെങ്കിൽ, ഗുഡ് വില്ല്, പാറ്റൻറ്റ് പോലെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കും. ഓക്കെ, ഈ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് പരിചയപ്പെട്ടത്, ശരിയല്ലേ? ഓക്കെ, ഇനി ലയബിലിറ്റി സൈഡിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് കാണിക്കുന്നു. കറണ്ട് ലയബിലിറ്റീസിൽ ഈ 3 ഐറ്റംസ് മാത്രമേ ഉള്ളൂ അല്ലേ. ഓക്കെ, ഒരേപോലെ ലിക്വിഡിറ്റി ഉള്ള 3 ഐറ്റംസാണ്. അപ്പോൾ ഏത് ആദ്യം കാണിച്ചാലും കുഴപ്പമില്ല. നമ്മൾ ആദ്യം കറണ്ട് ലയബിലിറ്റീസ് കാണിക്കുന്നു, പിന്നീട് നോൺ കറണ്ട് ലയബിലിറ്റീസ്. നോൺ കറണ്ട് ലയബിലിറ്റീസ് ആയിട്ട് സാധാരണ നമുക്കൊരു ഒന്നേ കാണുന്നുള്ളൂ, ലോങ് ടേം, ലോങ്ങർ അല്ല, ലോങ് ടേം ലോൺസ് ആണ്, അതായത് ബാങ്ക് ലോണുകൾ അല്ലേ. അതുണ്ടെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് കാണിക്കുക. അതിനുശേഷം ക്യാപിറ്റൽ, ഓണേഴ്സ് ഫണ്ട് കാണിക്കും. ഈ രീതിയിൽ കാണിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? ലിക്വിഡിറ്റി ഓർഡർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഒരു സോൾ ട്രേഡിംഗ് കൺസേൺഡ് ഏകാംഗ വ്യാപാരിയുടെ കണക്കുകളുടെ ആണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ഏകാംഗ വ്യാപാരിയുടെ ബാലൻസ് ഷീറ്റ് നിങ്ങൾ ഇതിൽ ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം, കുഴപ്പമില്ല, അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ബാലൻസ് ഷീറ്റ് ലിക്വിഡിറ്റി ഓർഡറിലാണ് എഴുതാൻ ശ്രമിക്കുക അല്ലേ. അങ്ങനെ പഠിക്കുന്നതുകൊണ്ട്
ഗുണങ്ങൾ വേറെയുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം അല്ലേ. ഈ ഓർഡറിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഒന്നാമത്തെ ഗുണം, നമുക്ക് കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ കറണ്ട് അസറ്റ് നോൺ കറണ്ട് അസറ്റ് എന്ന രൂപത്തിൽ ഈ അസറ്റ്സിലെയും ലയബിലിറ്റീസെയും പെട്ടെന്ന് ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. രണ്ടാമത്, ഈ ഓർഡർ പ്രകാരം ലിക്വിഡിറ്റി അല്ലെങ്കിൽ പെർമനൻ്റ് ഓർഡർ പ്രകാരം അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും തരംതിരിക്കാനും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ഉത്തരങ്ങൾ കൂടി നിങ്ങൾക്ക് ഈ രീതി പിന്തുടരുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഇനിയുള്ള ബാലൻസ് ഷീറ്റുകൾ നമ്മൾ ഏത് ഓർഡറിലാണ് പഠിക്കുന്നത്? ലിക്വിഡിറ്റി ഓർഡറിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ലിക്വിഡിറ്റി ഓർഡർ നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനി വേറൊരു ഓർഡർ കൂടി ഉണ്ട്, അതിനെന്താ പറയുക? ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ് അല്ലേ. പെർമനൻസ് സ്ഥിരം എന്ന അർത്ഥം അല്ലേ, പെർമനൻ്റ് ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പെർമനൻ്റ് ആയിട്ടുള്ള അസറ്റുകൾ ആദ്യവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകൾ ഏറ്റവും അവസാനവും കാണിക്കുന്ന രീതി. അതായത് അസറ്റ് സൈഡ് എഴുതുന്ന സമയത്ത് നേരത്തെ ലിക്വിഡിറ്റി ഓർഡർ പ്രകാരം ലിക്വിഡിറ്റി ഉള്ള അസറ്റുകൾ ആദ്യവും പെർമനൻ്റ് ആയിട്ടുള്ള അസറ്റുകൾ അവസാനമായിരുന്നു അല്ലേ. പെർമനൻസ് ഓർഡർ പ്രകാരം എങ്ങനെയാണ്? പെർമനൻ്റ് ആയിട്ടുള്ള അസറ്റുകൾ ആദ്യവും പിന്നീട് ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകൾ ഏറ്റവും അവസാനവും അല്ലേ. അപ്പോൾ ഈ ഓർഡർ പ്രകാരം ബാലൻസ് ഷീറ്റ് എഴുതുന്ന സമയത്ത് നോൺ കറണ്ട് അസറ്റുകൾ ആദ്യം എഴുതുന്നു, അതിനുശേഷം കറണ്ട് അസറ്റുകൾ പിന്നീട് എഴുതുന്നു അല്ലേ. നോൺ കറണ്ട് അസറ്റ്സ് ആർ ഷോൺ ഫസ്റ്റ്. നോൺ കറണ്ട് അസറ്റിൽ തന്നെ ആദ്യം ഇൻടാഞ്ചിബിൾ അസറ്റ് എഴുതിയതിന് ശേഷം ടാഞ്ചിബിൾ അസറ്റ് എഴുതുക അല്ലേ. ഇൻടാഞ്ചിബിൾ അസറ്റാണ് കൂടുതൽ പെർമനൻ്റ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആദ്യം എഴുതുന്നു, പിന്നീട് ടാഞ്ചിബിൾ അസറ്റ് എഴുതുന്നു, അതിനുശേഷം കറണ്ട് അസറ്റ്സുകൾ ഓരോന്നായിട്ട് എഴുതിയിട്ട് കറണ്ട് അസറ്റുകൾ എഴുതുന്ന സമയത്ത് ആദ്യം ക്ലോസിംഗ് സ്റ്റോക്ക് അങ്ങനെ വന്നിട്ട് ഏറ്റവും അവസാനമാണ് ഹൈലി ലിക്വിഡായിട്ടുള്ള ക്യാഷ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ലയബിലിറ്റി സൈഡ് എങ്ങനെയായിരിക്കും? ഏറ്റവും പെർമനൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ആദ്യം കാണിക്കുന്നു, ഫോളോഡ് ബൈ നോൺ കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് ദെൻ കറണ്ട് ലയബിലിറ്റീസ് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലിക്വിഡിറ്റി ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് പെർമനൻസ് ഓർഡർ എന്താണെന്ന് വളരെ പെട്ടെന്ന് പറയാം അല്ലേ. കാരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ലിക്വിഡിറ്റി ഓർഡറിൽ നമ്മൾ പറഞ്ഞു ആദ്യം കറണ്ട് അസറ്റ് കാണിക്കുക, പിന്നെ നോൺ കറണ്ട് അസറ്റ് കാണിക്കുക അല്ലേ. പെർമനൻ്റ് ഓർഡറിൽ ആദ്യം നോൺ കറണ്ട് അസറ്റ് കാണിക്കുക, പിന്നീട് കറണ്ട് അസറ്റ് കാണിക്കുക. ലയബിലിറ്റി സൈഡ് ആകുമ്പോൾ ലിക്വിഡിറ്റി ഓർഡറിൽ ആദ്യം കറണ്ട് ലയബിലിറ്റീസ്, പിന്നീട് നോൺ കറണ്ട് ലയബിലിറ്റീസ്, അതിനുശേഷം ക്യാപിറ്റൽ. പെർമനൻ്റ് ഓർഡർ ആകുമ്പോൾ ആദ്യം ക്യാപിറ്റൽ, പിന്നീട് നോൺ കറണ്ട്, അതിനുശേഷം കറണ്ട്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക എന്ന് കൂടി മനസ്സിലാക്കുക അല്ലേ. ചിലപ്പോൾ ഒരു 4 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ അസറ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് ലിക്വിഡിറ്റി ഓർഡറിലോ പെർമനൻസ് ഓർഡറിലോ എഴുതാൻ നിങ്ങളോട് ചോദിച്ചേക്കാം. അത്തരത്തിലുള്ളൊരു ചോദ്യമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അറേഞ്ച് ദ ഫോളോയിങ് അസറ്റ്സ് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആൻഡ് ആൾസോ ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ്. താഴെ പറഞ്ഞ ഐറ്റംസ് ലിക്വിഡിറ്റിയുടെ ഓർഡറിൽ അതുപോലെ തന്നെ പെർമനൻസ് ഓർഡറിലും തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ അസറ്റ്സ് ആണ് തന്നിട്ടുള്ളത് എന്ന് പറയുമ്പം നിങ്ങൾ അതിനെ ആദ്യം ക്ലാസിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമാണ് അല്ലേ. കറണ്ട് അസറ്റ് നോൺ കറണ്ട് അസറ്റായിട്ടും ആദ്യം അങ്ങ് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യത്തെ ഐറ്റം ഗുഡ് വില്ലാണ് അല്ലേ. ഗുഡ് വില്ല് നോൺ കറണ്ട് ആണ്, കറണ്ട് അല്ല അല്ലേ. നോൺ കറണ്ട് തന്നെ ഇൻടാഞ്ചിബിൾ ആണ് അല്ലേ. അപ്പോൾ ഏറ്റവും അവസാനം കാണിക്കേണ്ടത് ഇതാണ് ലിക്വിഡിറ്റി ഓർഡർ പ്രകാരം. ഓക്കെ, പിന്നീട് ഫർണിച്ചറും അതും നോൺ കറണ്ടാണ്. ഡെപ്റ്റേഴ്സ് കറണ്ടാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് കറണ്ടാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി കറണ്ട് അല്ല, നോൺ കറണ്ടാണ്. ക്യാഷ് ഇൻ ഹാൻഡ് കറണ്ടാണ് അല്ലേ. അപ്പോൾ 3 കറണ്ട് അസറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റി അല്ലേ. ആ ലിസ്റ്റിലുള്ള ഐറ്റംസ് തന്നെയാണ്. 5 ഐറ്റത്തിൽ 3 ഇവിടെ വന്നു അല്ലേ. ക്യാഷ് ഇൻ ഹാൻഡ്, ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ കറണ്ട് അസറ്റുകൾ ആദ്യം എഴുതണം. അപ്പോൾ ലിക്വിഡിറ്റി ഓർഡർ പ്രകാരം ഞാനൊരു ബോക്സൊക്കെ വരച്ച് എഴുതുകയാണ്. ഇങ്ങനെ ബോക്സൊന്നും വരച്ച് എഴുതണമെന്നൊന്നുമില്ല കേട്ടോ, അതൊന്ന് നല്ല രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. അതിൽ നമ്മൾ ആദ്യം കറണ്ട് അസറ്റ്സ് കാണിക്കുന്നു അല്ലേ. കറണ്ട് അസറ്റ്സ് 3 ഉണ്ട് അല്ലേ. ഈ 3 ഏറ്റവും ആദ്യം കാണിക്കേണ്ടതാണ് ഏറ്റവും ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് ഇൻ ഹാൻഡ് കാണിക്കുന്നു. ഏറ്റവും അവസാനം ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് കാണിക്കുന്നു? ഡെപ്റ്റേഴ്സ്, പിന്നീട് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ കറണ്ട് അസറ്റ്സ് ഓർഡറിൽ എഴുതി കഴിഞ്ഞു അല്ലേ. ഇനി നിങ്ങൾക്ക് നോൺ കറണ്ട് അസറ്റുകൾ എഴുതാം. നോൺ കറണ്ട് അസറ്റ് എഴുതുമ്പോൾ ഒന്ന് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടെങ്കിൽ ഉണ്ട് അല്ലേ, അത് ഏറ്റവും അവസാനം കാണിക്കണം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഫർണിച്ചറും പ്ലാന്റ് ആൻഡ് മെഷീനറിയും കാണിക്കുന്നു. ഏറ്റവും അവസാനം ഗുഡ് വില്ല് കാണിക്കും. സോ നിങ്ങൾ ലിക്വിഡിറ്റി ഓർഡറിൽ അസറ്റ്സിനെ അറേഞ്ച് ചെയ്തു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് പെർമനൻസ് ഓർഡർ പ്രകാരം എങ്ങനെയാണെന്ന് കാണാം. പെർമനൻറ്റ് ഓർഡർ പ്രകാരം നമ്മൾ ആദ്യം കാണിക്കേണ്ടത് ഏതാണ്? നോൺ കറണ്ട് അസറ്റാണ് അല്ലേ. നോൺ കറണ്ട് അസറ്റിൽ ഏറ്റവും പെർമനൻ്റ് ആയിട്ടുള്ള ഗുഡ് വില്ല് നമ്മൾ ആദ്യം കാണിക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ള 2 ടാഞ്ചിബിൾ അസറ്റുകൾ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, നോൺ കറണ്ട് അസറ്റുകൾ കഴിഞ്ഞു അല്ലേ. പിന്നീട് എന്ത് എഴുതണം? കറണ്ട് അസറ്റ് അല്ലേ.
കറണ്ട് അസറ്റ് എഴുതുമ്പോൾ ആദ്യം ക്യാഷ് കാണിക്കാൻ പാടുണ്ടോ? ഇല്ല. ഇവിടെ ഓർഡർ തിരിച്ചാണ് അല്ലേ? ഓക്കെ, പെർമനൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലിക്വിഡിറ്റി ഉള്ളത് ഏറ്റവും അടിയിലാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നു, പിന്നീട് ഡെപ്റ്റേഴ്സ് കാണിക്കുന്നു, അതിനുശേഷം ക്യാഷ് ഇൻ ഹാൻഡ് കാണിക്കുന്നു. നോക്കൂ, രണ്ട് രീതിയും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ലിക്വിഡിറ്റി ഓർഡർ പ്രകാരം ക്യാഷ് ഇൻ ഹാൻഡ് ഏറ്റവും ആദ്യം വരുമ്പോൾ പെർമനൻറ്റ് ഓർഡർ പ്രകാരം ക്യാഷ് ഇൻ ഹാൻഡ് ഏറ്റവും അവസാനം വരുന്നു അല്ലേ? ലിക്വിഡിറ്റി ഓർഡർ പ്രകാരം ഗുഡ്വിൽ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ഏറ്റവും അവസാനം വരുമ്പോൾ പെർമനൻറ്റ് ഓർഡർ പ്രകാരം ഇൻടാഞ്ചിബിൾ അസറ്റ് ഏറ്റവും ആദ്യവും എത്തുന്നു അല്ലേ? നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി എന്ന് കരുതുക. ഇത്തരത്തിലുള്ള ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഭാഗം ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്യാം. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ് ഐറ്റംസ് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ഓർഡർ പ്രകാരം അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലിക്വിഡിറ്റി ഓർഡർ പ്രകാരം അറേഞ്ച് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ പെർമനൻ്റ് ആണെങ്കിലും ആദ്യം നിങ്ങൾ കറണ്ട് അസറ്റ്സും നോൺ കറണ്ട് അസറ്റുകളും കാണണം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്? ക്യാഷ് കറണ്ട് അസറ്റാണ്, സ്റ്റോക്ക് കറണ്ട് അസറ്റാണ്, ദെൻ ബാങ്ക്, ഡെപ്റ്റേഴ്സ് അല്ലേ? 4 കറണ്ട് അസറ്റുകൾ കാണാം. ഫർണിച്ചർ, ബിൽഡിംഗ് എന്ന് പറയുന്ന 2 നോൺ കറണ്ട് അസറ്റുകളും. ഓക്കെ, അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നു കറണ്ട് അസറ്റുകൾ എഴുതുന്നു. ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ട് കറണ്ട് അസറ്റുകൾ എഴുതുന്നു. അപ്പോൾ ഇതിലറിയാം ക്യാഷ്, സ്റ്റോക്ക്, ബാങ്ക്, ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഏറ്റവും ആദ്യം വരേണ്ടത് ക്യാഷ് ആണല്ലേ, പിന്നീട് ബാങ്ക്, പിന്നീട് ഡെപ്റ്റേഴ്സ്, ഏറ്റവും അവസാനം സ്റ്റോക്ക്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ആ ഓർഡറിൽ നമ്മൾ കാണിക്കുന്നു ക്യാഷ്, ബാങ്ക്, ദെൻ ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്യാഷും ബാങ്കും ആദ്യവും സ്റ്റോക്ക് അവസാനവും എന്ന രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനുശേഷം നോൺ കറണ്ട് അസറ്റ്. ഇതിൽ ഇൻടാഞ്ചിബിൾ അസറ്റുകൾ ഇല്ല അല്ലേ? ടാഞ്ചിബിൾ അസറ്റുകൾ മാത്രം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എഴുതാം. ആദ്യം ബിൽഡിംഗ് എഴുതാം, പിന്നീട് ഫർണിച്ചർ എഴുതാം, കുഴപ്പമില്ല. ഫർണിച്ചർ എഴുതി ബിൽഡിംഗ് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇത്തരത്തിലാണ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ലയബിലിറ്റി സൈഡുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടി ചെയ്യാം. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ് ഐറ്റംസ് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ഓർഡർ പ്രകാരം ഈ ഐറ്റംസ് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ 99% നിങ്ങളുടെ ചോദ്യങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ ഐറ്റംസും ഞാനവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ? ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, ക്യാപിറ്റൽ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബാങ്ക് ലോൺ. ഓക്കെ, ഇതിൽ കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണ്? ലിക്വിഡിറ്റി ഓർഡറിലാണ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? നമുക്ക് 2 ഓർഡറിലും അറേഞ്ച് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണ്? ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലേ? അപ്പോൾ ലിക്വിഡിറ്റി ഓർഡർ പ്രകാരം നമ്മൾ എന്താ കാണിക്കേണ്ടത്? ആദ്യം കറണ്ട് ലയബിലിറ്റീസ് കാണിക്കുന്നു, പിന്നീട് നോൺ കറണ്ട് ലയബിലിറ്റീസ് അതുണ്ട് അല്ലേ? ഏതാണ്? ബാങ്ക് ലോൺ ഉണ്ട്, അത് കാണിക്കുന്നു. അതിനുശേഷം ക്യാപിറ്റൽ കാണിക്കുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക. കറണ്ട് ലയബിലിറ്റീസിൽ ആദ്യം ബിൽസ് പേയബിൾ, പിന്നീട് ക്രെഡിറ്റേഴ്സ്, അതിനുശേഷം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇത് ഓർഡർ അങ്ങോട്ട് മാറിയിട്ടൊന്നും കുഴപ്പമില്ല അല്ലേ? കാരണം ഇതിൽ ലിക്വിഡിറ്റി എത്രത്തോളം കൂടിയും കുറഞ്ഞിരിക്കും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഈ ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുകൊണ്ട് കുഴപ്പമില്ല. കറണ്ട് അസറ്റ്സ് എഴുതുമ്പോൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കും. ഓക്കെ, പിന്നീട് നോൺ കറണ്ട് ലയബിലിറ്റീസ് ആയിട്ടുള്ള ബാങ്ക് ലോൺ കാണിക്കുന്നു, അതിനുശേഷം ക്യാപിറ്റൽ കാണിക്കുന്നു. ഓക്കെ, ഫൈൻ. ഇനി പെർമനൻ്റ് ഓർഡർ പ്രകാരം എങ്ങനെയായിരിക്കും? ആദ്യം ക്യാപിറ്റൽ കാണിക്കുന്നു, പിന്നീട് നോൺ കറണ്ട് ലയബിലിറ്റീസ് കാണിക്കുന്നു, പിന്നീട് കറണ്ട് ലയബിലിറ്റീസ് കാണിക്കുന്നു അല്ലേ? ക്യാപിറ്റൽ, നോൺ കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഉള്ള പ്രോബ്ലത്തിൽ ഏത് രീതിയാണ് ഫോളോ ചെയ്യുക? ലിക്വിഡിറ്റി ഓർഡർ പ്രകാരം ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ സാധാ ചെയ്ത ഒരു ട്രയൽ ബാലൻസ് തന്നെയാണ്. ഇവിടെ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം ഉണ്ടാവുക? ബാലൻസ് ഷീറ്റ് എഴുതുന്ന സമയത്ത് നമ്മളത് ലിക്വിഡിറ്റി ഓർഡർ പ്രകാരം എഴുതാൻ ശ്രമിക്കും. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഓക്കെ, ആദ്യം എന്താ ചെയ്യാം? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത്, ഡയറക്റ്റ് എക്സ്പെൻസുകൾ, അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇവ നമ്മൾ ഓരോന്നോരോന്നായിട്ട് മാർക്ക് ചെയ്യുന്നു അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, റിട്ടേൺസ്, വേജസ്, വേറെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഗാരേജ് ഇൻവേഡ് കാണുന്നില്ല. ദെൻ സെയിൽസ് റിട്ടേൺ, ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇതെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഏതൊക്കെയാണ് എക്സ്പെൻസുകളെന്ന് നോക്കൂ. റെൻറ്റ് കാണുന്നുണ്ട്, പിന്നീട് സാലറീസ് ഉണ്ട്, പിന്നീട് ട്രാവലിംഗ് എക്സ്പെൻസസുകൾ 6000 കാണുന്നുണ്ട്. ഓക്കെ, 3 എക്സ്പെൻസുകൾ അല്ലേ? ഇൻകം 2 ഇൻകം കാണുന്നുണ്ട്, ഇൻട്രസ്റ്റ് റിസീവ്ഡും ഡിസ്കൗണ്ട് റിസീവ്ഡും, അതും നമ്മൾ മാർക്ക് ചെയ്യുന്നു അല്ലേ? അതിനുശേഷം ആസ് യൂഷ്വൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോകുന്നു. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന ഹെഡിങ് കൊടുക്കുന്നു, ഡേറ്റ് താഴെ എഴുതുന്നത്. പല കുട്ടികളും ഇപ്പോഴും ഈ കാര്യം എഴുതുന്നില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഫോർമാറ്റ് കൃത്യമായിട്ട് ഈ രൂപത്തിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക.
ഓക്കെ, എന്നിട്ട് നമ്മൾ ഓരോ ഐറ്റംസ് കാണിക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും തയ്യാറാക്കുന്നതിൽ മാറ്റങ്ങളൊന്നുമില്ല അല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, അതിൻ്റെ പർച്ചേസിന് റിട്ടേൺസ് മൈനസ് ചെയ്യുന്നു. അതിനുശേഷം ഡയറക്റ്റ് എക്സ്പെൻസുകൾ കാണിക്കുന്നു, വേജസ് മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, അതിന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ, അത് ടോട്ടൽ ചെയ്യുന്നു 2,82,000. അത് ഇപ്പുറത്തേക്ക് എടുത്തെഴുതുന്നു. എന്നിട്ട് ഈ 2,82,000 ഈ 3 ഐറ്റവും ഇവിടെയുള്ള എല്ലാ ഐറ്റംസും മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് 72,000 കിട്ടുന്നു അല്ലേ. ഓക്കെ, ഈ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അല്ലേ. കാരണം ഇതിൽ പറയുന്ന ഐറ്റംസ്, ഈ പറയുന്ന ഐറ്റംസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെയാണ് ഐറ്റംസ് എന്നും ക്രെഡിറ്റ് സൈഡിൽ ഏതൊക്കെ ഐറ്റംസ് ആണെന്നും കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ ചോദ്യം ചെയ്യാവുന്നതും 3-4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് അല്ലേ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഗ്രോസ് പ്രോഫിറ്റ് നിങ്ങൾ ഇപ്പുറത്തേക്ക് എടുത്തെഴുതുന്നു. ദെൻ പിന്നീട് നിങ്ങൾ മാർക്ക് ചെയ്ത മറ്റുള്ള എക്സ്പെൻസുകൾ, 3 എക്സ്പെൻസുകൾ നമ്മൾ കണ്ടു അല്ലേ. റെൻറ്റ്, സാലറീസ്, അതുപോലെ തന്നെ ട്രാവലിംഗ് എക്സ്പെൻസ് എന്നിവ നിങ്ങൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ഇൻകം ഉണ്ടെങ്കിൽ അത് ഓരോന്നായിട്ട് 2 ഉണ്ടായിരുന്നു, ആ 2 ഇൻകവും ഇൻട്രസ്റ്റ് റിസീവ്ഡും ഡിസ്കൗണ്ട് റിസീവ്ഡും അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അതായത് 75,000 ഉണ്ട്, അത് നിങ്ങൾ ഇപ്പുറത്തേക്ക് എടുത്തെഴുതുന്നു. എന്നിട്ട് 75,000 ഈ 3 ഐറ്റവും ഓരോന്നോരോന്നായിട്ട് മൈനസ് ചെയ്യുമ്പോൾ 33,000 നെറ്റ് പ്രോഫിറ്റ് ലഭിക്കുന്നു അല്ലേ. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ പോകുന്നതിന് മുമ്പ് അസറ്റ്സുകൾ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യാം, എന്നാൽ എളുപ്പമാണ് അല്ലേ. ഫർണിച്ചർ അത് നോൺ കറൻ്റ് ആണ് അല്ലേ, അപ്പോൾ NC എന്ന് നിങ്ങൾക്കിവിടെ മാർക്ക് ചെയ്യാം. ഡെപ്റ്റേഴ്സ് കറൻ്റ് ആണ് അല്ലേ. ഓക്കെ, പ്രൊമൈസസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന് മുമ്പൊരു ചോദ്യത്തിലും ആ ഒരു ഐറ്റം ഉണ്ടായിരുന്നു അല്ലേ. പ്രൊമൈസസ് എന്ന് പറയുന്നത് ബിൽഡിങ്ങിനെയാണ്. സോ അതും നോൺ കറൻ്റ് ആണ് അല്ലേ. നോൺ കറൻറ്റിൽ രണ്ടും ടാഞ്ചിബിൾ ആണ്, ഇൻടാഞ്ചിബിൾ ഉണ്ടാവാറില്ല സാധാരണ. ഓക്കെ, പിന്നീട് ക്യാഷ് ഇൻ ഹാൻഡ് അത് കറൻ്റാണ് അല്ലേ. പിന്നീട് ഡ്രോയിങ്സ് ആണ്, അത് അസറ്റല്ല നിങ്ങൾക്കറിയാം. പിന്നീട് ഒരു അസറ്റ് പുറത്തുണ്ടാകുമ്പോൾ ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ. അപ്പോൾ മൊത്തം 5 അസറ്റ് മാത്രമേ ഉള്ളൂ. അതിൽ ക്ലോസിംഗ് സ്റ്റോക്ക്, ക്യാഷ്, അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ്, ഇത് 3 കറൻറ്റ് അസറ്റും, അതുപോലെ തന്നെ പിന്നീടുള്ള 2 നോൺ കറൻ്റ് ആയിട്ടുള്ള ടാഞ്ചിബിൾ അസറ്റാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി ലയബിലിറ്റി സൈഡിലേക്ക് പോകുമ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സും മൊമാങ്കോ ഡ്രാഫ്റ്റും 2 കറൻറ്റ് ലയബിലിറ്റി മാത്രമേ ഉണ്ട്, നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ഒന്നുമില്ല. പിന്നീടുള്ള ഏതാണ്? ക്യാപിറ്റലാണ് അല്ലേ. അപ്പോൾ വളരെ എളുപ്പമാണ് ചെയ്യാൻ. നിങ്ങൾക്ക് സാധാരണ ഇത്ര ഐറ്റം സാധാരണ ഉണ്ടാവാറുള്ളൂ. ഓക്കെ, ബാലൻസ് ഷീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അല്ലേ. അത് തരംതിരിച്ചെഴുതാനും എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ ഒന്ന് എഴുതി നോക്കാം. ബാലൻസ് ഷീറ്റ് എന്ന് കൊടുക്കുന്നു, ഡേറ്റ് കൊടുക്കുന്നു, ആദ്യം കറൻറ്റ് അസറ്റ് എന്ന് പറയുന്ന ഹെഡിങ് കൊടുക്കുന്നു, ഗ്രൂപ്പ് ചെയ്യാണ് അല്ലേ. ഓക്കെ, അതിൽ ക്യാഷ് ഇൻ ഹാൻഡ് 3 അസറ്റാണുള്ളതെന്ന് നിങ്ങൾക്കറിയാം. ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ് കാണിക്കുന്നു, അവസാനം കാണിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്, അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഡെപ്റ്റേഴ്സ് കാണിക്കുന്നു, പിന്നീട് ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നു. ഓക്കെ, അതിനുശേഷം നോൺ കറൻറ്റ് അസറ്റുകൾ ഫർണിച്ചറും പ്രൊമൈസസും കാണിക്കുന്നു. അസറ്റ് സൈഡ് കഴിഞ്ഞു അല്ലേ. ഇനി ലയബിലിറ്റി സൈഡിൽ ആദ്യം കാണിക്കേണ്ടത് കറൻറ്റ് ലയബിലിറ്റീസാണ്. 2 ഉണ്ട്, ക്രെഡിറ്റേഴ്സും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അത് കാണിച്ചു. അതിനുശേഷം നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ഇല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് ഫണ്ട് കാണിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ക്യാപിറ്റൽ എഴുതുന്നു, തുടക്കത്തിലുള്ള ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ, അതിനോടുകൂടി നെറ്റ് പ്രോഫിറ്റ് NP എന്ന് എഴുതി ഉദ്ദേശിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിനെയാണ്. നെറ്റ് പ്രോഫിറ്റിനെ ഷോർട്ടായിട്ട് NP എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റിനെ ഷോർട്ടായിട്ട് GP എന്നും പറയാറുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് ഡ്രോയിങ്സ് ഉണ്ട്, അപ്പോൾ ഡ്രോയിങ്സ് 10,000 ലെക്സ് ചെയ്യുന്നു, അപ്പോൾ 1,87,000 കിട്ടുന്നു. 2 സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ ഇറ്റ്സ് ടാലിഡ്. ഓക്കെ, അപ്പോൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത ബാലൻസ് ഷീറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നിങ്ങൾ എന്താ ചെയ്തത്? അതിനെ ലിക്വിഡിറ്റി ഓർഡറിൽ ഗ്രൂപ്പ് ചെയ്ത് എഴുതിയല്ലേ. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളോട് അസറ്റ്സിനെയോ ലയബിലിറ്റീസിനെയോ ലിക്വിഡിറ്റി ഓർഡർ പ്രകാരമോ അല്ലെങ്കിൽ പെർമനൻസ് ഓർഡർ പ്രകാരമോ തരംതിരിച്ചെഴുതാൻ പറയുന്ന ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കറൻറ്റ് അസറ്റ്സായിട്ടും നോൺ കറൻറ്റ് അസറ്റ്സായിട്ടും ഒക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറയുന്ന ചോദ്യങ്ങളും ഒറ്റപ്പെട്ടത് കണ്ടെത്താൻ പറയുന്ന ചോദ്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഇനിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഈ രീതിയിൽ എഴുതാൻ ശ്രമിക്കും. ബാലൻസ് ഷീറ്റ് ഈ രീതിയിൽ എഴുതാൻ ശ്രമിക്കും. ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് ബാലൻസ് ഷീറ്റ് കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും എളുപ്പമാണ് അല്ലേ. അയാൾക്ക് കറൻറ്റ് അസറ്റുകൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാം, നോൺ കറൻറ്റ് അസറ്റുകൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാം അല്ലേ. അതുപോലെ തന്നെ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ബാധ്യതകൾ ഏതൊക്കെയാണെന്നും പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ടതില്ലാത്ത ബാധ്യതകൾ ഏതൊക്കെയാണെന്നൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ ഈ രീതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. ഇന്നത്തെ അസൈൻമെൻറ്റിലേക്ക് കിടക്കുകയാണ്. അവിടെ ആദ്യം ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കുറേ അസറ്റ്സുകളുണ്ട്, അതിനെ നിങ്ങൾ ലിക്വിഡിറ്റി ഓർഡർ പ്രകാരം അറേഞ്ച് ചെയ്ത് എഴുതുക. ആദ്യത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തത് ഒരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്, അതിന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുക.
തയ്യാറാക്കുന്ന സമയത്ത് തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ലിക്വിഡിറ്റി ഓർഡർ പ്രകാരം ബാലൻസ് ഷീറ്റ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ saying bye. Have a nice day. Thank you.